ഏതൊരുവനും സ്വന്തം നന്മ കാക്ഷിക്കാതെ അയൽക്കാരൻ്റെ നന്മ കാക്ഷിക്കട്ടെ. കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 24-ാം വാക്യം. ക്രിസ്തുവിൽ എത്രയും അനുഗ്രഹിക്കപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ്, മറ്റുള്ളവരുടെ നന്മ കാക്ഷിച്ചുകൊണ്ട് ജീവിതം നയിക്കണമെന്ന്. സ്വന്തം ഇഷ്ടങ്ങളുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പരക്കം പായുമ്പോൾ മറ്റുള്ളവരെയും നാം മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം, അവരെയും ഗവനിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് എല്ലാവരുടെയും പരാതി എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ്. സ്വന്തം കാര്യങ്ങൾ നോക്കുവാനുള്ള, സ്വന്തം കാര്യങ്ങളിൽ മാത്രം താല്പര്യം ജനിപ്പിക്കുന്ന സ്വാർത്ഥതയുടെ ഒരു ജീവിതമായി മാറുമ്പോഴാണ് ഇത് സംഭവിക്കുക. എന്നാൽ ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നത് മറ്റുള്ളവരുടെ കാര്യം കൂടി നാം മനസ്സിലാക്കണം, അന്വേഷിക്കണം എന്നതാണ്. ഒരു കുടുംബത്തിൽ അപ്പൻ്റെ കാര്യം മാത്രം നോക്കിയാൽ കുടുംബം അനുഗ്രഹമാകുമോ? അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ കുടുംബം അനുഗ്രഹമാകുമോ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയും കരുതിയും സ്നേഹം പകർന്നുകൊടുത്തും അല്ലേ അനുഗ്രഹമാകുക? എങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന വ്യക്തികളാകാതെ, സ്വന്തം നന്മ മാത്രം പ്രതീക്ഷിക്കുന്ന വ്യക്തികളാകാതെ, സ്വാർത്ഥമോഹത്തിൻ്റെ വ്യക്തികളാകാതെ അനുഗ്രഹത്തിൻ്റെ വ്യക്തികളാകണമെങ്കിൽ നാം ഓരോരുത്തരും മറ്റുള്ളവരുടെ കാര്യം കൂടി മനസ്സിലാക്കുവാനും പരിഗണിക്കുവാനും തയ്യാറാകണം. ഒരപ്പൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കുമ്പോഴാണ് അപ്പനെന്ന ആ നിലയിലേക്ക് ആ മക്കളുടെ മുമ്പിൽ വളരുക, ഉയരുക. അതുപോലെ ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിലും സഭയിലും ഒക്കെ നന്മ പ്രതീക്ഷിക്കുന്ന വ്യക്തികളായി മാറേണ്ടിയിരിക്കുന്നു. എങ്കിൽ എൻ്റെ ജീവിതം നന്മയുടെ ഒരു ജീവിതമായി മാറണം, അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമായി എൻ്റെ ജീവിതം മാറേണ്ടിയിരിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ തമ്പുരാനെ, സ്വന്തം താല്പര്യം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അവരിലും നന്മയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ നന്മയെ പരിപോഷിപ്പിക്കുവാനും ആ നന്മയെ വളർത്തുവാനും സ്വന്തം നന്മകളേക്കാൾ നേട്ടങ്ങളേക്കാൾ അധികമായി മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്ന ഒരു വ്യക്തിത്വമായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിനുവേണ്ട കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.